നമസ്കാരം. പ്രവാസികൾ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര വിപണിയിൽ വിമാന ഇന്ധനത്തിന്റെ അതായത് കെറോസിന്റെ വില കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിൽ ആഗോള വ്യോമയാന മേഖലയിൽ വലിയൊരു പ്രതിസന്ധി പുകയുന്നതായി അന്താരാഷ്ട്ര വ്യോമയാന സംഘടനയായ അയാട്ട മുന്നറിയിപ്പ് നൽകി. ഇറാൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഇന്ധനവില നിയന്ത്രണാതീതമായി ഉയർന്നത് ചെലവ് കുറഞ്ഞ സർവീസുകൾ നടത്തുന്ന ലോകത്തിലെ പല പ്രമുഖ ബജറ്റ് വിമാന കമ്പനികളുടെയും നിലനിൽപ്പിനെ തന്നെ അപകടത്തിൽ ആക്കിയിരിക്കുകയാണ്. ബ്രസീലിൽ നടന്ന അയാട്ടയുടെ വാർഷിക പൊതുയോഗത്തിനിടെയാണ് അയാട്ട ചീഫ് എക്സിക്യൂട്ടീവ് വില്ലി വാൽഷ് ഇക്കാര്യം അറിയിച്ചത്. വ്യോമയാന രംഗത്തെ കടുത്ത പൂട്ടൽ ഭീഷണിയെക്കുറിച്ചാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. പ്രതിസന്ധിക്ക് കാരണമായി രണ്ട് സുപ്രധാന കാര്യങ്ങളാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. ഇന്ധനവിലയും എയർ റൂട്ടുകളിലെ മാറ്റവുമാണ് പ്രധാനം. ഇറാൻ സംഘർഷം ആരംഭിച്ചത് മുതൽ ക്രൂഡ് ഓയിൽ വിലയും വിമാന ഇന്ധന നിരക്കും കുത്തനെ ഉയർന്നു. ഇതിനൊപ്പം മിഡിൽ ഈസ്റ്റിലെ സുപ്രധാനമായ പല ആകാശപാതകളും അടയ്ക്കപ്പെട്ടതോടെ വിമാനങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം വരുത്തുന്ന നീണ്ട ഉപരോധ പാതകൾ വഴിയാണ് സർവീസ് നടത്തേണ്ടി വരുന്നത്. ഇതൊക്കെയാണ് ബജറ്റ് വിമാന കമ്പനികൾക്ക് കനത്ത തിരിച്ചടിയായി മാറിയത്. ബിസിനസ് ക്ലാസ് ടിക്കറ്റുകളോ വിപുലമായ പ്രീമിയം പാക്കേജുകളോ ഇല്ലാത്ത ചെലവ് കുറഞ്ഞ ബജറ്റ് എയർലൈനുകളെയാണ് ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ഉയർന്ന ചെലവ് താങ്ങാൻ കഴിയാതെ അമേരിക്കൻ ബജറ്റ് വിമാന കമ്പനിയായ സ്പിരിറ്റ് എയർലൈൻസ് ഇതിനകം തന്നെ പാപ്പരത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇവരുടെ സർവീസുകളും പൂർണ്ണമായി നിർത്തിവെച്ചു. ഗൾഫിലെ വ്യോമയാന ഹബ്ബുകളും ഇപ്പോൾ സമ്മർദ്ദത്തിലാണ്. യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുള്ള മലയാളി പ്രവാസികളുടെ പ്രധാന യാത്രാ ഹബ്ബുകളായ ഫ്രാങ്ക്ഫർട്ട്, ദുബായ്, ദോഹ, അബുദാബി എന്നിവിടങ്ങളിലൂടെയുള്ള വിമാന സർവീസുകളെയും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കടുത്ത സമ്മർദ്ദത്തിൽ ആക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല എമിറേറ്റ്സ്, ഖത്തർ എയർവേസ്, എത്തിഹാദ് തുടങ്ങിയ വമ്പൻ കമ്പനികൾ റൂട്ട് മാറ്റങ്ങളുമായി വലിയ രീതിയിൽ പോരാടുകയാണ്. എങ്കിലും മിഡിൽ ഈസ്റ്റിന്റെ വ്യോമയാന പദവിക്ക് ഇത് ദീർഘകാല തകർച്ച ഉണ്ടാക്കില്ലെന്നും അയാട്ട വിലയിരുത്തി. യൂറോപ്പിലെ കാര്യമെടുത്താൽ റയാൻ എയർ പോലുള്ള വലിയ ബജറ്റ് കമ്പനികൾ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും വിപണിയിലെ ചെറിയ കമ്പനികളെ വൻകിട ഗ്രൂപ്പുകൾ വിഴുങ്ങാനോ അല്ലെങ്കിൽ അവർക്ക് സർവീസുകൾ നിർത്തേണ്ടി വരാനോ ഉള്ള സാധ്യതയാണ് കൂടുതലായി കാണുന്നത്. ഇന്ധന പ്രതിസന്ധിക്ക് പുറമെ വിതരണ ശൃംഖലയിലെ തകരാറുകൾ കാരണം മാത്രം 2025 വിമാന കമ്പനികൾക്ക് ഏകദേശം $11 ബില്യൺ വൻ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇന്ധനവില വർധനവും വിമാനങ്ങളുടെ കുറവും കാരണം വരും മാസങ്ങളിലും വിമാന ടിക്കറ്റ് നിരക്കുകൾ ഉയർന്ന നിലയിൽ തന്നെ തുടരാനാണ് സാധ്യത. അടുത്ത മാസം മുതൽ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും സമ്മർ വെക്കേഷൻ തുടങ്ങുന്നതിനാൽ നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്ന പ്രവാസി മലയാളികൾക്ക് ഇതൊരു വലിയ കനത്ത സാമ്പത്തിക ബാധ്യതയായി മാറുമെന്നാണ് സൂചന. കൗമാരക്കാരെ വാടക കൊലയാളികളാക്കി മാഫിയ സംഘങ്ങൾ യൂറോപ്യൻ അധോലോകത്ത് പുതിയ പ്രവണത സൃഷ്ടിക്കുന്നതായി റിപ്പോർട്ട്. ഏതാനും 1000 യൂറോയ്ക്ക് വേണ്ടി കൊലപാതകം നടത്താൻ 15കാരും രംഗത്ത് വന്നിരിക്കുകയാണ്. യൂറോപ്പിലെയും ജർമ്മനിയിലെയും അധോലോക സംഘങ്ങൾ കൗമാരക്കാരായ കുട്ടികളെ ലക്ഷ്യമിട്ട് പുതിയതും അതീവ ഭയാനകവുമായ ഒരു ബിസിനസ് മോഡൽ ആരംഭിച്ചിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. വെറും 15, 16, 17 വയസ്സുള്ള കൗമാരക്കാരെ പണം നൽകി സ്വാധീനിച്ച മാഫിയ സംഘങ്ങൾ ഭീകരമായ കൊട്ടേഷൻ ആക്രമണങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാഫിയയുടെ ക്രൂരമായ ഇത്തരം ക്രിമിനൽ ജോലികൾ ചെയ്യാൻ ഈ കുട്ടികൾ യൂറോപ്പിൽ ഉടനീളം സഞ്ചരിക്കുന്നെന്നും പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സമീപകാലത്ത് ജർമ്മനിയിൽ നടന്ന പല പ്രമുഖ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലും ഈ കൗമാരക്കാരായിരുന്നുവെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. ഹാംബുർഗ് നഗരത്തിലെ പ്രാദേശിക അധോലോക തലവന്മാർക്ക് നേരെ നടന്ന വെടിവെപ്പുകൾക്ക് പിന്നിലും മാഫിയ വിലക്കെടുത്തത് കൗമാരക്കാരെയായിരുന്നു. അത് മാത്രമല്ല കൊലപാതകങ്ങളിൽ യഥാർത്ഥ പ്രതികളായ മാഫിയ നേതാക്കൾക്ക് വേണ്ടി കൗമാരക്കാരായ കുട്ടികൾ കോടതിയിൽ വ്യാജ കുറ്റസമ്മതം നടത്തിയ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ കടുത്ത യുവജന ക്രിമിനൽ നിയമങ്ങൾ പ്രായപൂർത്തിയാകാത്ത കുറ്റവാളികൾക്ക് കഠിനമായ തടവ് ശിക്ഷകൾ ഇളവ് ലഭിക്കുന്നതുകൊണ്ടാണ് ഇത്തരം മാഫിയകൾ കൗമാരക്കാരെ വലവീശുന്നതെന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ടുകൾ. എന്തായാലും സൂക്ഷിച്ചിരിക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ കൗമാരക്കാരായ കുട്ടികളെ വലവീശാൻ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിവ് കിട്ടുന്നുണ്ടെങ്കിൽ അത് പോലീസിൽ അറിയിക്കണമെന്നാണ് ജർമ്മൻ സർക്കാരും പറയുന്നത്. അത് മാത്രമല്ല ഹാംബുർഗ്, കൊളോൺ, എസൻ തുടങ്ങിയ ജർമ്മൻ നഗരങ്ങളിലെ പോലീസ് വിഭാഗങ്ങൾ ഈ മാഫിയ ശൃംഖലയെ തകർക്കാനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാസി മലയാളി കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ തങ്ങളുടെ കുട്ടികളുടെ സുഹൃത്ത് ബന്ധങ്ങളിലും സോഷ്യൽ മീഡിയ ഉപയോഗങ്ങളിലും അതീവ ജാഗ്രത പുലർത്തേണ്ടത് ഈ സാഹചര്യത്തിൽ വളരെ അടിയന്തര പ്രാധാന്യം അർഹിക്കുന്നതാണ്.
ജർമ്മനിയിലെ ഹാംബുർഗ് നഗരത്തിൽ നടന്ന പ്രശസ്തമായ അയൺമാൻ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിനിടെ വൻ അട്ടിമറി ശ്രമം നടന്നു. മത്സരത്തിന്റെ ഭാഗമായുള്ള സൈക്ലിംഗ് ട്രാക്കിൽ ആരോ മനഃപൂർവ്വം മൂർച്ചയേറിയ ഇരുമ്പ് കഷ്ണങ്ങളും ചില്ലുകളും വിതറിയതിനെ തുടർന്ന് 100-ലധികം അത്ലറ്റുകളുടെ സൈക്കിൾ ടയറുകൾ ഒരേ സമയം പഞ്ചറായി. പലരുടെയും സ്വപ്നമായ ഹവായിലെ ലോക ചാമ്പ്യൻഷിപ്പ് യോഗ്യതയാണ് ഈ ക്രൂരതയിലൂടെ നഷ്ടമായിരിക്കുന്നത്. ഞായറാഴ്ചയാണ് സംഭവം. ലിയോ 14 മാർപ്പാപ്പയുടെ സ്പെയിൻ സന്ദർശനത്തിന്റെ 2ാം ദിനത്തിലെ അഭൂതപൂർവമായ ജനപങ്കാളിത്തവും അദ്ദേഹത്തിന്റെ സുപ്രധാന സന്ദേശങ്ങളും കയ്യടി നേടി. ഫുട്ബോൾ ആവേശത്തെയും വെല്ലുന്ന സ്വീകരണമാണ് പാപ്പായ്ക്ക് ലഭിച്ചത്. പാവങ്ങൾക്കൊപ്പമാണെന്നാണ് പാപ്പ സന്ദേശമായി നൽകിയത്. മാഡ്രിഡിനെ ജനക്കടലാക്കി ലിയോ മാർപ്പാപ്പ. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തത് 12 ലക്ഷത്തിലധികം വിശ്വാസികളാണ്. സ്പെയിൻ സന്ദർശനത്തിന്റെ 2ാം ദിനത്തിൽ ലിയോ 14 മാർപ്പാപ്പയെ വരവേൽക്കാൻ തലസ്ഥാന നഗരമായ മാഡ്രിഡിന്റെ തെരുവുകളിലേക്ക് ഒഴുകിയെത്തിയത് 12 ലക്ഷത്തിലധികം വിശ്വാസികളാണ്. വത്തിക്കാനും പ്രാദേശിക സംഘാടകരും പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം സമീപകാലത്ത് സ്പെയിൻ കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടത്തിനാണ് മാഡ്രിഡ് നഗരം സാക്ഷ്യം വഹിച്ചത്. പ്രശസ്തമായ പോപ്പ് മൊബൈലിൽ നഗരത്തിലെ പ്രധാന പാതയായ പസിയോ ഡെ ലാ കാസ്റ്റെല്ലാനയിലൂടെ മാർപ്പാപ്പ നീങ്ങിയപ്പോൾ പൂക്കൾ വിതറിയും കൊടികൾ വീശിയും മാർപ്പാപ്പ വാഴുക എന്ന മുദ്രാവാക്യങ്ങളോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. റിയൽ മാഡ്രിഡ് ഫുട്ബോൾ ക്ലബിന്റെ ചാമ്പ്യൻ ലീഗ് വിജയങ്ങൾ ആഘോഷിക്കാറുള്ള പ്രശസ്തമായ പ്ലാസ ഡി സിബെലസ് ചത്വരത്തിൽ വെച്ചാണ് മാർപ്പാപ്പ പിന്നീട് ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി വിശുദ്ധ കുർബാന അർപ്പിച്ചത്. റിയൽ മാഡ്രിഡിന്റെ കഴിഞ്ഞ ഫുട്ബോൾ വിജയ ആഘോഷങ്ങളിൽ പങ്കെടുത്തതിനേക്കാൾ ഇരട്ടിയിലധികം ആളുകളാണ് മാർപ്പാപ്പയെ കാണാൻ ഇത്തവണ ഇവിടെ ഒത്തുകൂടിയത്. തുറന്ന വേദിയിൽ നടന്ന വിശുദ്ധ കുർബാന മധ്യയുള്ള പ്രസംഗത്തിൽ വെറും പ്രദർശനമോ പാരമ്പര്യത്തിന്റെ അവശേഷിപ്പോ അല്ലെങ്കിൽ സൗന്ദര്യ പ്രകടനമോ അല്ല, ഇത് ജീവിക്കുന്ന ദൈവത്തിലുള്ള വലിയ വിശ്വാസ പ്രഖ്യാപനമാണെന്നും മാർപ്പാപ്പ ഉദ്ബോധിപ്പിച്ചു. ദൈവം എപ്പോഴും പാവങ്ങൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയവർക്കും ഒപ്പമാണെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. നൂറ്റാണ്ടുകളായി സ്പെയിനിന്റെ ചരിത്രത്തെ രൂപപ്പെടുത്തിയ കത്തോലിക്ക വിശ്വാസം വെറുമൊരു ഭൂതകാല മ്യൂസിയമായി മാറരുത്, മറിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് വഴികാട്ടുന്ന വിശ്വാസത്തിന്റെ വിദ്യാലയമാകാൻ സ്പെയിനിലെ കത്തോലിക്കർക്ക് സാധിക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. വിശുദ്ധ കുർബാനയ്ക്ക് മുന്നോടിയായി ശനിയാഴ്ച രാത്രിയിൽ മാഡ്രിഡ് മേയർ ജോസ് ലൂയിസ് മാർട്ടിനസ് അൽമേഡയിൽ നിന്നും മാർപ്പാപ്പ നഗരത്തിന്റെ ആദര സൂചകമായ ഔദ്യോഗിക താക്കോൽ ഏറ്റുവാങ്ങിയിരുന്നു. തുടർന്ന് സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്ന അഭയാർത്ഥികൾ, ഭവനരഹിതർ എന്നിവരുമായും പാപ്പ പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി. ജൂൺ 12 വരെ നീളുന്ന സന്ദർശനത്തിൽ ഇനി ബാഴ്സലോണയിലെ പള്ളി ആശീർവാദ ചടങ്ങിലും തുടർന്ന് ആഫ്രിക്കൻ തീരത്ത് നിന്നും ജീവൻ പണയം വെച്ച് കടൽ കടന്നെത്തുന്ന ലക്ഷക്കണക്കിന് അഭയാർത്ഥികളുടെ താവളമായ കാനറി ദ്വീപുകളിലുമാണ് മാർപ്പാപ്പ സന്ദർശനം നടത്തുക. ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിനിൽ ഭാരതീയ പ്രവാസി സമൂഹത്തിന് ഏറെ അഭിമാനകരമായ ഒരു ചരിത്ര മുഹൂർത്തം സമ്മാനിച്ചുകൊണ്ട് പണികഴിപ്പിച്ച ശ്രീ ഗണേശ ഹിന്ദു ക്ഷേത്രത്തിന്റെ കുംഭാഭിഷേകത്തിന് ഗംഗാതീർത്ഥവും സ്പ്രീ നദിയിലെ ജലവും വിശ്വാസത്തിന്റെ പ്രതീകങ്ങളായി. 2 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനാണ് ഇതോടെ സാഫല്യം ഉണ്ടായത്. ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ പ്രവാസി ഹൈന്ദവ സമൂഹത്തിന്റെ ദീർഘകാലത്തെ സ്വപ്നമായിരുന്നു ശ്രീ ഗണേശ ഹിന്ദു ക്ഷേത്രം. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ഞായറാഴ്ച വിശ്വാസികൾ ക്ഷേത്രം സമർപ്പിക്കുകയും ചെയ്തു. ജർമ്മനിയിലെ പ്രമുഖ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബെർലിനിലെ നോയക്കലിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ജൂൺ 7 ഞായറാഴ്ച നടന്ന പ്രധാന കുംഭാഭിഷേക ചടങ്ങുകൾക്കായി ഭാരതത്തിലെ പുണ്യനദിയായ ഗംഗയിലെ തീർത്ഥത്തിനൊപ്പം ബെർലിൻ നഗരത്തിലൂടെ ഒഴുകുന്ന സ്പ്രീ ജലവും പ്രത്യേകം ഉപയോഗിച്ചു. വ്യത്യസ്തമായ ചടങ്ങുകളെ പറ്റി പറയുമ്പോൾ വൻ ക്രെയിനുകളുടെ സഹായത്തോടെ പുണ്യജലം ക്ഷേത്ര ഗോപുരത്തിന് മുകളിലേക്ക് എത്തിച്ച് വിഗ്രഹങ്ങളിലും ഗോപുരത്തിലും അഭിഷേകം ചെയ്തു. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ തന്നെ ക്ഷേത്ര സമർപ്പണവുമായി ബന്ധപ്പെട്ട വിവിധ പൂജകളും പ്രത്യേക വൈദിക ചടങ്ങുകളും ക്ഷേത്ര സമുച്ചയത്തിൽ ആരംഭിച്ചിരുന്നു. ജർമ്മനിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് പ്രവാസികളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. 1.1 മില്യൺ യൂറോയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. സാമഗ്രികൾ ഇന്ത്യയിൽ നിന്നാണ് എത്തിച്ചത്. 2 പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന നിർമ്മാണമാണ് ഒടുവിൽ പൂർത്തിയായത്. ഭാരതീയ ശില്പകലയുടെ ചാരുത വിളിച്ചോതുന്ന തരത്തിലാണ് അതീവ മനോഹരമായ നിറങ്ങളാലും ശില്പങ്ങളാലും അലങ്കൃതമായ ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ക്ഷേത്രം ഇനി ജർമ്മനിയിലെ പ്രവാസി ഹൈന്ദവ സംസ്കാരത്തിന്റെ പ്രധാന അടയാളമായി മാറുമെന്നാണ് എല്ലാവരും കരുതുന്നത്.
ലക്ഷക്കണക്കിന് മലയാളി പ്രവാസികളെയും കെയറർ, നഴ്സിംഗ് മേഖലകളിൽ ഉള്ളവരെയും വൻ ആശങ്കയിലാഴ്ത്തുന്ന യുകെയിലെ പുതിയ PR നിയമമാറ്റങ്ങളുടെ വിവരങ്ങൾ പുറത്തുവന്നു. യുകെയിൽ സ്ഥിര താമസത്തിനുള്ള PR യോഗ്യതകളിൽ കടുത്ത നിയന്ത്രണങ്ങളും സുപ്രധാന മാറ്റങ്ങളും വരുത്താൻ ബ്രിട്ടീഷ് സർക്കാർ ഒരുങ്ങിക്കഴിഞ്ഞു. യുകെയിലെ കെയറർമാർ ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം പ്രവാസി മലയാളികളെയും കടുത്ത ആശങ്കയിലാഴ്ത്തുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന പുതിയ വിവരങ്ങൾ. നിലവിലുള്ള 5 വർഷത്തെ പൊതുവായ കാലാവധിക്ക് പകരം ജോലി ചെയ്യുന്ന മേഖലയും വാർഷിക വരുമാനവും അനുസരിച്ച് PR ലഭിക്കാനുള്ള സമയപരിധി വ്യത്യസ്തമായിരിക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. പുതിയ മാറ്റങ്ങളെ പറ്റി നോക്കിയാൽ തൊഴിലും വരുമാനവും അടിസ്ഥാനമാക്കി 3 വർഷത്തിനുള്ളിൽ PR സ്റ്റാറ്റസിന് അപേക്ഷിക്കാം. പ്രതിവർഷം 1,25,570 പൗണ്ടിൽ കൂടുതൽ ശമ്പളമോ വരുമാനമോ ഉള്ളവർക്ക് യുകെയിലെത്തി 3 വർഷത്തിനുള്ളിൽ PR സ്റ്റാറ്റസിന് അപേക്ഷിക്കാം. അതേസമയം 5 വർഷത്തിനുള്ളിൽ PR ലഭിക്കാൻ, അതായത് നഴ്സുമാർക്കും അധ്യാപകർക്കും പ്രതിവർഷം 50,270 പൗണ്ടോ അതിൽ കൂടുതലോ വരുമാനമുള്ള ഹൈ സ്കിൽഡ് ജോലിക്കാർക്കും പൊതുമേഖലയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ ഉൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ ജീവനക്കാർക്കും അധ്യാപകർക്കും 5 വർഷത്തിനുള്ളിൽ PR ലഭിക്കും. എന്നാൽ സ്റ്റാൻഡേർഡ് ഫാമിലി വിസയിൽ ഉള്ളവർക്ക് ഈ ഇളവ് ഉണ്ടാകുകയും ചെയ്യും. അതേസമയം കെയറർമാർക്ക് 15 വർഷം കാത്തിരിക്കണം. ഇതാണ് യുകെയിലെ മലയാളി കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത്. സോഷ്യൽ കെയർ വർക്കർമാർ ഉൾപ്പെടുന്ന ലോ സ്കിൽഡ്, മീഡിയം സ്കിൽഡ് ജീവനക്കാർക്ക് PRന് അപേക്ഷിക്കാനുള്ള കുറഞ്ഞ കാലയളവ് 10 വർഷത്തിൽ നിന്നും 15 വർഷമായിട്ടാണ് ഉയർത്തുന്നത്. എന്നാൽ സമൂഹത്തിനായി വോളണ്ടിയർ വർക്ക് ചെയ്യാൻ തയ്യാറുള്ളവർക്ക് 3 മുതൽ 5 വർഷം വരെ ഇളവ് ലഭിക്കും. ഇവർക്ക് 5 മുതൽ 7 വർഷത്തിനുള്ളിൽ PRും നേടാം. അഭയാർത്ഥികൾക്ക് 20 വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. ഇനിയും ആശ്രിത വിസക്കാരുടെ കാര്യം നോക്കിയാൽ വർക്ക് വിസക്കാരുടെ കൂടെ ഡിപെൻഡന്റ് വിസയിൽ എത്തുന്നവർക്ക് ഇനി പങ്കാളിയുടെ യോഗ്യതയിൽ മാത്രം PR ലഭിക്കില്ല. അവർ സ്വന്തം നിലയിൽ വരുമാനവും യോഗ്യതയും തെളിയിക്കേണ്ടി വരും. ഇത് വീട്ടിലിരുന്ന് കുട്ടികളെ നോക്കുന്ന അമ്മമാർക്കും കുടുംബങ്ങൾക്കും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അപേക്ഷിക്കുന്നതിന് മുമ്പുള്ള 3 മുതൽ 5 വർഷ കാലയളവിൽ വാർഷിക വരുമാനം കുറഞ്ഞത് 12,570 പൗണ്ടെങ്കിലും ഉണ്ടായിരിക്കണം. എന്നാൽ പ്രസവാവധിയിൽ ഉള്ളവർക്കും ദീർഘകാല രോഗബാധിതർക്കും ഇതിൽ നിന്ന് ഇളവ് ലഭിക്കും. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് PR ലഭിക്കില്ല. ശിക്ഷാ കാലാവധി കുറഞ്ഞതാണെങ്കിലും നിയമം അവർക്കും ബാധകമാകും. കടുത്ത ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷയായി PR അപേക്ഷകർക്ക് നിലവിലുള്ള B1 ലെവൽ ഇംഗ്ലീഷ് പ്രാവീണ്യത്തിന് പകരം കൂടുതൽ കഠിനമായ B2 ലെവൽ ഭാഷ നിർബന്ധമാക്കും. 2027 മാർച്ചിൽ മാറ്റങ്ങൾ നടപ്പിലാകുമെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം യുകെയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ വിദേശികളായ പ്രവാസി മാതാപിതാക്കൾ വലിയ പങ്ക് വഹിക്കുന്നതായി ഔദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നു. യുകെയിലെ ഔദ്യോഗിക സ്ഥിതിവിവരക്കണക്ക് ഏജൻസിയായ ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഇത്തരം വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യുകെയിൽ ജനിക്കുന്ന വിദേശികളായ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ ഇന്ത്യൻ വംശജരായ മാതാപിതാക്കളാണ് തുടർച്ചയായ 4ാം വർഷവും 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വൈറസ് വ്യാപനം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യാത്രാ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. ഇതിന്റെ ഭാഗമായി UAEയിലെ പ്രമുഖ വിമാന കമ്പനിയായ എമിറേറ്റ്സും ഫ്ലൈ ദുബായും അന്താരാഷ്ട്ര യാത്രക്കാർക്കായി അടിയന്തര ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു. ജൂൺ 6 ഉച്ചയ്ക്ക് 1 മണി മുതൽ പുതിയ നിയന്ത്രണങ്ങൾ UAEയിൽ പ്രാബല്യത്തിൽ വന്നു. പ്രധാന യാത്രാ നിയന്ത്രണങ്ങൾ ചുരുക്കത്തിൽ നോക്കിയാൽ പ്രവേശന വിലക്കുള്ള രാജ്യങ്ങൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങൾ സന്ദർശിച്ച യാത്രക്കാർക്ക് UAEയിലേക്ക് നേരിട്ട് പ്രവേശനം ഉണ്ടാകില്ല. 21 ദിവസത്തെ ക്വാറന്റൈനാണ് ആവശ്യം. ട്രാൻസിറ്റ് യാത്രക്കാർക്കും പ്രത്യേകം നിർദ്ദേശമുണ്ട്. UAE വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന ട്രാൻസിറ്റ് യാത്രക്കാർ തങ്ങൾ ഒടുവിൽ എത്തിച്ചേരേണ്ട ലക്ഷ്യസ്ഥാനത്തെ പ്രവേശന നിയമങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടെന്ന് തന്നെ ഉറപ്പുവരുത്തണം. എയർപോർട്ടുകളിൽ കർശന പരിശോധനയാണ്. വിമാനത്താവളങ്ങളിൽ തെർമൽ സ്ക്രീനിംഗ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. വിവിധ രാജ്യങ്ങൾ എബോള മുൻകരുതലുകൾ എടുത്ത സാഹചര്യത്തിൽ യാത്രക്കാർ തങ്ങളുടെ ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് മുമ്പ് ഔദ്യോഗിക സർക്കാർ ചാനലുകൾ വഴി പ്രവേശന മാനദണ്ഡങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും എമിറേറ്റ്സും ഫ്ലൈ ദുബായും ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി അന്തരിച്ച ചിരിയുടെ തമ്പുരാനായ സലിം കുമാറിന് കേരളം കണ്ണീരോടെ വിട നൽകി. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. മലയാളികളെ ദശകങ്ങളോളം ചിരിപ്പിക്കുകയും ഒടുവിൽ ആദാമിന്റെ മകൻ അബുവിലൂടെ ലോക സിനിമയ്ക്ക് മുമ്പിൽ കരയിപ്പിക്കുകയും ചെയ്ത അതുല്യ നടൻ സലിം കുമാർ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് വിടവാങ്ങിയത്. എറണാകുളം വടക്കൻ പരവൂരിലെ സലിം കുമാറിന്റെ ലാഫിംഗ് വില്ല എന്ന വീട്ടുപേര് അന്വർത്ഥമാക്കും വിധം മലയാളി
മലയാളിയുടെ സ്വീകരണ മുറിയിൽ ഹാസ്യത്തിന്റെ വസന്തം തീർത്ത പ്രിയ കലാകാരൻ 56-ാം വയസ്സിലാണ് ഇഹലോകവാസം വെടിഞ്ഞത്. സിനിമാ രാഷ്ട്രീയ ലോകവും പ്രവാസി സമൂഹവും കടുത്ത ഞെട്ടലിലാണ്. സലിംകുമാറിന്റെ ഭൗതിക ശരീരം കൊച്ചി ടൗൺ ഹാളിലും വടക്കൻ പരവൂരിലെ വസതിയായ ലാഫിംഗ് വില്ലയിലും പൊതുദർശനത്തിന് വെച്ചപ്പോൾ പ്രിയ താരത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത്. ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും ആദരാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് കേരള സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ഭൗതിക ശരീരം സംസ്കരിച്ചത്. സംസ്കാര സമയത്തും കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമായി. അതേസമയം കേരളത്തിന്റെ മഹാനടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും വിദേശത്തായിരുന്നതിനാൽ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വന്നു. ഹാസ്യനടൻ എന്ന ലേബലിൽ നിന്നും 2010-ൽ സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെയാണ് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം കൂടാതെ സംസ്ഥാന പുരസ്കാരവും നേടി അദ്ദേഹം ഇന്ത്യൻ സിനിമയുടെ നെറുകയിൽ എത്തിയത്. സലിംകുമാറിന്റെ ആഗ്രഹപ്രകാരം മതപരമായ ചടങ്ങുകൾ ഇല്ലാതെയാണ് സാംസ്കാരിക ചടങ്ങുകൾ നടന്നത്. മക്കളായ ചന്തുവും ആരോമലും ചിതയ്ക്ക് തീ കൊളുത്തി. അസ്ഥി പുഴയിൽ ഒഴുക്കുന്നതുൾപ്പെടെയുള്ള ചടങ്ങുകൾ വേണ്ടെന്ന് അദ്ദേഹം നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. സുനിതയാണ് ഭാര്യ. സലിംകുമാറിന്റെ വിയോഗത്തോടെ മലയാള സിനിമയിലെ ഒരു സുവർണ അധ്യായത്തിനാണ് അന്ത്യമായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഡയലോഗുകളും ചിരിയും മലയാളി ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. ചിരിയുടെ മഹാനടനായ സലിംകുമാറിന്റെ വിയോഗത്തിൽ പ്രവാസി ഓൺലൈനും അനുശോചനം നേരുന്നതിനൊപ്പം പരേതന്റെ ആത്മാവിന് നിത്യശാന്തിയും നേരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ.com സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.